പകൽക്കാലം കർത്താവിന്റെ സന്നദ്ധിയിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അതിനോടൊപ്പം കർത്താവ് നമ്മെ എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് 2 ദിവസങ്ങൾ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നിട്ട് വിശുദ്ധ സഭായോഗമായി കൂടിയും കർത്താവിന്റെ തിരുശരീരവും തിരുരക്തവും ഭക്ഷിച്ച് നമ്മൾ ബലപ്പെട്ട് പറഞ്ഞതുപോലെ എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഒരിക്കൽ കൂടെ മനസ്സിലാക്കിയും ആ കർത്താവിൽ നിന്ന് നല്ല അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും സ്വർഗം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് പകൽക്കാലം നമ്മൾ വായിക്കപ്പെട്ട സങ്കീർത്തനം, അതിനകത്ത് ദാവീദ് ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? ഹല്ലേലൂയ. അപ്പൊ കൂടാരത്തിൽ പാർക്കുക, അല്ല വിശുദ്ധ പർവ്വതത്തിൽ വസിക്കുക, രണ്ടും ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഒന്നല്ല. വസിക്കുന്നതും പാർക്കുന്നതും രണ്ടും ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഒന്ന് അല്ല. വസിക്കുന്നത് നമ്മള് അല്പസമയം ഒരാളിന്റെ വീട്ടിൽ വന്നു, കുറച്ചു നേരം റെസ്റ്റ് എടുത്തു, ഒന്ന് ആദ്യാസ്വത്രം ചെയ്യുന്നു, കഴിഞ്ഞിട്ട് കിടന്നു പോകും. എന്നാൽ പാർക്കുന്നത് അങ്ങനെയല്ല, സ്ഥിരമായിട്ട് നമ്മൾ പാർക്കുന്നത്. അപ്പൊ ഇവരുടെ രണ്ടിടത്തും പാർക്കുന്നതിനും വസിക്കുന്നതിനും ഓരോ യോഗ്യതയുണ്ട്. യിരെമ്യാ പ്രവാചകൻ പറയുകയാണ്, യഹോവേ, നീ ഒരു ദിവസം മാത്രം പാർക്കാൻ വസിക്കാൻ അടിക്കുന്ന കൂടാരം പോലെ ഞങ്ങളുടെ വീടായിരിക്കും. നീ ഞങ്ങളുടെ പ്രത്യാശയാണ്, പക്ഷേ നീ ഒരു ദിവസം മാത്രം വസിക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരു കൂടാരം അടിക്കും. അതുകൊണ്ട് സംഭവിക്കുന്നത്, ഞങ്ങൾ ദാരിദ്ര്യത്തിൽ അകപ്പെടുന്നു, കഷ്ടതയിൽ അകപ്പെടുന്നു, ഞങ്ങളെ രക്ഷിപ്പാൻ ആരുമില്ല എന്ന് യിരെമ്യാ 14 പറയുന്നുണ്ട്. ഇന്ന് പകൽക്കാലം അങ്ങനെയല്ല പ്രിയ ദൈവമക്കളെ. ദാവീദ് ചോദിക്കുന്ന പോലെ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? വിശുദ്ധ വേദപുസ്തകത്തിൽ ആദ്യം കൂടാരം അടിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അബ്രഹാമാണ്. ഹല്ലേലൂയ, സ്തോത്രം. തന്നെ വീട് വിട്ട്, നാട് വിട്ട്, നാമധേയ കൂട്ടം വിട്ടിട്ട് ഒരു കൂടാരം അടിച്ചു. ദൈവവും അവനും പാർക്കാൻ, ദൈവത്തിനും അബ്രഹാമിനും പാർക്കാനായിട്ട്. എന്തിന് ദൈവം എന്റെ വീട്ടിൽ പാർക്കണം? താൻ ഉദ്ദേശിച്ച ഒരു കാര്യമുണ്ട്. താൻ അനുഗ്രഹത്തോടെ ഇറങ്ങി വന്ന് ദൈവം വിളിച്ചപ്പോൾ ആ വിളി കേട്ട് ഇറങ്ങി വരുമ്പോൾ തനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം തന്റെ ജീവിതത്തിൽ പൂർത്തിയാകണമെങ്കിൽ ദൈവം ആ കൂടാരത്തിൽ പാർത്തേ മതിയോ. അതിനായിട്ട് അവനൊരു കൂടാരം അടിച്ചു. പക്ഷെ ആ കൂടാരത്തിനകത്ത് ദൈവം പറയാത്ത വ്യക്തികളും അതിനകത്തുണ്ടായിരുന്നു. അല്ലേ? ഉണ്ടായിരുന്നോ? സംശയമാണ്. പോട്ടെ. അല്ലെ, ദൈവം വിളിക്കാത്ത വ്യക്തികളും അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോ 13-ാം അധ്യായത്തിൽ വന്നപ്പോൾ ആ ദൈവം വിളിക്കാത്ത വ്യക്തിയെ പുറത്താക്കാൻ ഒരു കാര്യം ദൈവം അവിടെ ചെയ്തു. ഒന്ന്, ദൈവം അറിയാതെ വരുന്നതല്ല. അബ്രഹാമിന്റെ ഇടയന്മാരും ലോത്തിന്റെ ഇടയന്മാരും തമ്മില് പണക്കമുണ്ടാക്കി. ഇത് ദൈവം അറിയാതെ വന്നതാണോ? ദൈവം അറിഞ്ഞിട്ട് വന്നത് തന്നെയാണ്. എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ, ലോത്തിനെയും കുടുംബത്തെ എന്ത് ചെയ്യണം? ഈ കൂടാരത്തിൽ നിന്ന് മാറ്റണം. ചില പ്രതികൂലങ്ങൾ വരുന്ന അതിനാ. ചിലരെയെല്ലാം നമ്മുടെ ഇടയിൽ എന്ത് ചെയ്യണം? മാറ്റണം. അതിന് ദൈവം കൊണ്ടുവയ്ക്കുന്ന ഒരു പ്രതികൂലം. നമ്മൾ വിചാരിക്കുക, അയ്യോ, ഇന്നലെ വരെ നമ്മളടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നവർ ഇന്ന് മാറിപ്പോയല്ലോ. അവര് മാറിയാലേ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം വരും. അബ്രഹാം അടിച്ച കൂടാരം, ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം എന്ന് വരും.
അവൻ തന്റെ യാത്രയിൽ തെക്ക് നിന്ന് ബെഥേൽ വരെയും ബെഥേൽ മുതൽ ഹായിക്ക് മധ്യേ തനിക്ക് ആദ്യം കൂടാരമുണ്ടായിരുന്നതും താൻ ആദ്യം ഉണ്ടാക്കി യാത്രപീഠം വരുന്നതുമായ സ്ഥലം വരെ ചെന്നു. അവ അടിച്ച കൂടാരം ഏതുവരെ പോയി? യാഗപീഠം വരെ പോയി. മനസ്സിലായ? അവന്റെ വീട് തൊട്ട് അവ അടിച്ച കൂടാരം തൊട്ട് യാഗപീഠം വരെ അവന് വരാനും പോകാനും സൗകര്യത്തിന് അവനൊരു കൂടാരം അടിച്ചു. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആല്യസ്വദ്രം നിങ്ങൾ പോകുന്ന ആലയം നമ്മൾ മരിക്കുന്നത് വരെ ആലയത്തിൽ പോകാൻ സൗകര്യമുള്ള ആലയത്തിലാണ് പോകാൻ. പിടികിട്ടിയ ആർസിക്കാർ തിരുമേശ കൊണ്ടൊന്ന് വീട്ടിൽ കൊടുക്കുന്നുണ്ട്, അങ്ങനെ കൊടുക്കാൻ പ്രമാണമൊന്നുമില്ല. അപ്പം നമ്മളെ കിടക്കുകയാണെങ്കിൽ തലേ ദിവസം ആരുതാലും എന്ത് ചെയ്യണം? സഭയിൽ തിരുമേശ ഉണ്ടെങ്കിൽ അത് അനുഭവിക്കാൻ പോണം. അത് അനുഭവിക്കാൻ പോണമെങ്കിൽ കിലോമീറ്ററുകൾ താണ്ടിയാണ് ആലയമെങ്കിൽ നമ്മൾ പോകുമോ? അപ്പൊ അതുകൊണ്ട് അബ്രഹാം അടിച്ച കൂടാരം യാതൊരു പോയി? യാഗപീഠം വരെ പോയി. ഹല്ലേലൂയ, സ്തോത്രം. ഇത് മനസ്സിലാക്കിയ ദൈവം ഒരു പ്രമാണം അങ്ങ് ചെയ്തു. അബ്രഹാമിനോട് ഒരു പ്രമാണം ചെയ്തു. അതായത് അതിന്റെ 13-14 നോക്കണമേ, വിട്ടുപിരിയാണ്ടവന് എവിടെ കൊടുത്തു? സോദോം കൊടുത്തു. അവർ എങ്ങനെയുള്ളവര്? ഒന്നുകൂടെ വായിച്ച ദിവസം അവർ ദുഷ്ടന്മാരായിരുന്നു. യഹോവയുടെ ദൈവത്തിന്റെ മുമ്പേ മഹാഭാവികളുമായിരുന്നു. അപ്പൊ നമ്മളൊന്ന് വിട്ടുപിരിഞ്ഞ് പോണവർക്ക് എവിടെ കൊടുക്കും ദൈവം? നിങ്ങൾക്ക് മനസ്സിലായ? നമ്മളെ ഒന്ന് വിട്ടുപിരിഞ്ഞ് ചാടിപ്പോയ ഒരുപാട് പേരുണ്ട്. അവർക്ക് കൊടുത്ത സ്ഥലം നിങ്ങൾ ചിന്തിച്ചാണ് തുടക്കത്തിലെ ആലയത്തിൽ കാൽവെച്ച് വിട്ടുപിരിയാന്നുള്ള ചിന്തയും ഉണ്ടാകരുത്. അത് ആലോചിച്ച് വേണം നമ്മുടെ കാല് വെച്ചതിന് ശേഷം അയ്യോ ഞാൻ വെച്ചുമോ എന്ന് പറയുകയും ചെയ്യരുത്. അടുത്ത വാക്യം. നോക്കണമേ, 12-ാം അധ്യായത്തിൽ സംസാരിച്ച ദൈവം പിന്നെ അബ്രഹാമിനോട് സംസാരിച്ചിട്ടില്ല. കാരണം ലോത്ത് കൂടെ ഉണ്ട്. 12-ാം അധ്യായം തുടക്കത്തിൽ സംസാരിച്ച ദൈവം പിന്നീട് അബ്രഹാമിനോട് സംസാരിച്ചിട്ടേ ഇല്ല. നീ മിസ്രൈമിലേക്ക് പോയപ്പോൾ നീ പോകരുതെന്ന് വിലക്കിയില്ല, അവിടുത്തെ നന്മ വാങ്ങരുതെന്ന് വിലക്കിയില്ല. കാരണം വീട്ടിനകത്ത് ദൈവം കൊടുക്കുന്ന നന്മ അനുഭവിക്കാൻ പാടില്ലാത്തവ കൊണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും ഉള്ള നന്മ നീ അനുഭവിച്ചു. നമുക്ക് ദൈവം തന്ന നന്മയെ അനുഭവിക്കാൻ പാടില്ലാത്തവ വീട്ടിൽ ഉണ്ടെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കില്ല. പിടികിട്ടിയ? എന്ന് ലോത്ത് വിട്ടുപിരിഞ്ഞോ അന്ന് രാത്രി ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. അടുത്ത നീ കൂടാതെ ഏതുവരെ അടിച്ചില്ലേ? യാഗപീഠം വരെ അടിച്ചില്ലേ? അതുകൊണ്ട് നീ തല പൊക്കി വന്ന് നോക്ക്. അവ 4 ദിക്കുമായി അല്ലേ? നീ നോക്ക്, എന്നിട്ട് സഞ്ചരിയില് ഹല്ലേലൂയ. പ്രമാണം നടന്ന ഇപ്പോഴും തന്നെ പ്രമാണം നടന്നത്. ഹലോ,
ഇപ്പോഴും തന്നെ പ്രമാണം നടന്നത്. അതിനു മുമ്പേ പ്രമാണം നടന്ന ഈ പ്രമാണത്തിന്റെ പ്രത്യേകത പറ. ആർക്കെങ്കിലും പ്രമാണം എഴുതി കൊടുത്തോ പറ. വസ്തു എഴുതി കൊടുത്തിട്ടുള്ളവ പറ. പ്രമാണത്തിന്റെ പ്രത്യേകത. പ്രമാണത്തിൽ അവസാനം എഴുതുന്ന ഒരു വാക്ക് പറ. ഹല്ലേലൂയ, സ്തോത്രം. അത് അവസാനം എഴുതി വയ്ക്കും. ഈ പ്രമാണത്തിൽ തിരുത്തലുകൾ ഇല്ല. അതിനു മുമ്പ് എഴുതുന്ന ഒരു വാക്യമുണ്ട്. ഈ വസ്തുവിൽ എന്തെങ്കിലും ഇതുവരെ ഒരു ബാധ്യതകളുമില്ല. ഇനി അഥവാ ബാധ്യത ഉണ്ടെങ്കിൽ ആ ബാധ്യതയ്ക്ക് പൂർണ്ണ ഉത്തരവാദിത്വം ഈ പ്രമാണം ചെയ്തു കൊടുക്കുന്നവരാണ്. ഇന്ന് എത്രാം തീയതി? 9/2/2025. ഈ ദിവസം വരെ ഈ വസ്തുവിൽ ഒരു കടഭാരവും ഒരു ബാധ്യതയും ഇല്ല. അഥവാ ഈ ദിവസം വരെ മറ്റെന്തെങ്കിലും ബാധ്യത ഉണ്ടെന്ന് വന്നാൽ ഈ വസ്തു എഴുതി കൊടുക്കുന്ന ആളാണ് അതിന്റെ ഉത്തരവാദി. അപ്പോൾ ഈ വസ്തുവിന്റെ ഉത്തരവാദി ഇപ്പൊ ആര്? അബ്രഹാമിന് കൊടുത്ത വസ്തുവിന്റെ ഉത്തരവാദി ആര്? തന്നെ ഇത് അബ്രഹാമിനുള്ളതാണോ? ലേവ്യ പുസ്തകം 25-18, 19, 20, 21 ആയിരം, അല്ലെങ്കിൽ 20 തൊട്ടും ആയിരം. വേഗത്തിൽ 1000. 25-ന്റെ 20 തൊട്ടും ആയിരം. ലേവ്യ 25-ന്റെ 20. കണ്ട ഈ വസ്തുവിലുള്ള പ്രത്യേകത കണ്ട. ഇവിടെ ദൈവം അവകാശമായി ഈ ഭൂമി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ഭക്ഷിക്കും എന്ത് കുടിക്കുമെന്നൊന്നും ചിന്തിക്കണ്ട. ദൈവം അനുഗ്രഹിച്ച് അതിനകത്ത് എന്ത് ചെയ്തിരിക്കും? അനുഗ്രഹം വെച്ചേക്കും. ദൈവം തന്നിട്ടുണ്ടാക്കി. പിടിച്ചു പറിച്ചെങ്കിൽ ഒന്നില്ല, ഇല്ല. വെട്ടിപ്പിടിച്ചതെങ്കിലും ഇല്ല. അതിര് കല്ല് മാറ്റിയിട്ടുണ്ടെങ്കിലും ഇല്ല. വായിച്ചാൽ അപ്പൊ ഒരു വർഷത്തെ നന്മ ശേഷിപ്പ് തന്നെ ലോ. ഒന്ന് പ്രതികരിര്. പിന്നെ ഒരു കാര്യം, നമ്മളതിൽ ശേഷിപ്പില്ലല്ല, പിന്നെ എങ്ങനെ പ്രതികരിക്കും? ഒരു വർഷത്തെ നന്മ ശേഷിപ്പ് തന്നെ. ദൈവം തന്നാലുള്ള ശേഷിപ്പായി പറയുന്നത്. ദൈവം നിനക്ക് കൂടാരം അടിക്കാൻ അവകാശമായിട്ട് ഭൂമി തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ശേഷിപ്പ് ഉണ്ടാവും. പിടികിട്ടിയ? വായിച്ചോ? അടുത്ത പറയണേണ്ട. ഈ അനുഗ്രഹിച്ച വസ്തു എന്ത് ചെയ്യരുത്? അടുത്ത് വിൽക്കരുത്. ഈ ഭൂമി ആക്കുള്ളത് ഇത് വിൽക്കാൻ ആക്കുമെന്നില്ല. പിടികിട്ടിയ? വിൽക്കണമെങ്കിൽ നമ്മൾ ആരെ വിറ്റു? ദൈവത്തെ വിറ്റു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വരെ എല്ലാരും ഇരിപ്പ് കണ്ടാ തോന്നും ഇന്ന് വരെ ഈ വാക്യം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ജന്മം വിൽക്കരുത്, അത് ദൈവത്തിനുള്ളത്. അബ്രഹാം ഈ കൂടാരം അങ്ങ് അടിച്ചു തലമുറയ്ക്ക് വേണ്ടി. നമുക്കറിയാം അബ്രഹാമിന്റെ ചെറുമകനായിരിക്കുന്ന യാക്കോബ് അല്പ ആകാരത്തിന് കുറവ് വന്നപ്പോൾ
എങ്ങോട്ട് പോയി? നാം മരിക്കാതിരിക്കേണ്ടതിന് ആയുസ് തന്നത് ദൈവം, ജീവനെ തന്നത് ദൈവം, ഏത് ദിവസം വരെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നവൻ ദൈവം. അതിനിടയിൽ ഒരു നേരത്തെ ആഹാരം തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചത്തൊന്നും പോവില്ല. പോവോ? ഇവിടെ യാക്കോബ് പറഞ്ഞാണ്ട നാം മരിക്കാതിരിക്കേണ്ടതിന് മിസ്രൈമിൽ ചെന്ന് ആഹാരം കൊണ്ടുവരാൻ ഇവര് പോയി. നേരത്തെ ഒരു ഉടമ്പടി നടന്നിട്ടുണ്ട്. 3 ഉടമ്പടി വേദപുസ്തകത്തിൽ മനുഷ്യർ തമ്മിലുള്ളതുണ്ട്. ചെരുപ്പുടമ്പടി, ഉപ്പുടമ്പടി, രക്ത ഉടമ്പടി. രക്ത ഉടമ്പടി ചെയ്യുന്നത് ദൈവവും നമ്മളും തമ്മിലാണ്. ഈ ഉടമ്പടി ചെയ്യുമ്പോൾ 2 യാഗപീഠങ്ങൾ പണിയും. ഒന്നിത്, ഒന്നിപ്പുറം. ഒരു കാളയെ എടുക്കും. കാളയെ എടുത്തിട്ട് ഒരു കഷ്ണം വെട്ടി ഇവിടെ വയ്ക്കും, ഒരു കഷ്ണം വെട്ടി ഇവിടെ വയ്ക്കും. അപ്പൊ ഇതിന്റെ രക്തം എന്ത് ചെയ്യും? ഇവിടെ വീഴും. ഇത് ബർത്തിയും വഴി. ഈ വഴിയിൽ കൂടെ ദൈവം ഇവിടെ നിൽക്കും, ഉടമ്പടി ചെയ്യുന്ന ആൾ അവിടെ വയ്ക്കും. രണ്ടുപേരും നടന്ന് ഈ രക്തത്തിൽ ചവിട്ടി വരും. ഈ ചവിട്ടി വന്നിട്ട് ഇവിടെ നിന്നുകൊണ്ട് ഉടമ്പടി കൈമാറ്റം ചെയ്യും. രക്തത്തിൽ ചവിട്ടി നിന്നുകൊണ്ടാ കൈമാറ്റം. ഇതിൽ നിന്ന് ആര് പിന്മാറിയാലും അവനെ വലിച്ചേറി കളയാനുള്ള അധികാരം പിന്മാറാത്തവനുണ്ട്. പിടികിട്ടിയ? വലിച്ചു കീറി കളയാൻ, ഈ കാളയെ എങ്ങനെ മുറിച്ചോ അതേപോലെ കീറി കളയാൻ ഉടമ്പടി പിന്മാറാത്തവന് അധികാരമുണ്ട്. നമ്മൾ ദൈവം തമ്മിൽ ഇത് ചെയ്തിരിക്കുക. ആര് പിന്മാറിയാലും കീറിക്കളയാനുള്ള അധികാരം ആർക്കുണ്ട്? ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടോ? അപ്പൊ ഈ ഉടമ്പടിയുടെ പേപ്പറും വെച്ചോണ്ട് ആരവിടെ നിൽക്കണേ? അബ്രഹാം നിൽക്കണ, ദൈവം ഇവിടെ നിൽക്കണ. ഈ ഉടമ്പടി വ്യവസ്ഥ കേട്ടപ്പോ അബ്രഹാം ഭയന്നുപോയി. ഞാൻ എന്തെങ്കിലും ഉടമ്പടി ലംഘിച്ചാൽ എന്നെ കീറിക്കളയുമില്ലേ? ഈ ചിന്ത വന്നപ്പോൾ അബ്രഹാം ഭയന്ന് രക്തത്തിലോട്ട് ഇറങ്ങിയില്ല. ഈ സമയത്ത് ദൈവം അവനൊരു ഗാഢ നിദ്ര കൊടുത്തു. ഈ നിദ്ര കൊടുത്തപ്പോൾ അവിടെ വന്ന റാഞ്ചൽ പക്ഷി. റാഞ്ചൽ പക്ഷി എന്ന് പറയുന്നത് ഉപദേശകൻ, ദൈവ സാന്നിധ്യം അല്ലെ. യെശയ്യാ പ്രവചനം 46:10. ഞാൻ ദൂരത്തുനിന്ന് റാഞ്ചൽ പക്ഷിയെ വിളിച്ച് നിന്നെ ഉപദേശം കേൾപ്പിക്കും. ഇത് കേൾപ്പിക്കാൻ അബ്രഹാം ഭയന്നു നിന്നു. അപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ തലമുറ എവിടെ പോകും? അവർക്ക് സ്വന്തമല്ലാത്ത മിസ്രൈമിൽ പോകുന്നൊന്നും പറഞ്ഞില്ല, സ്വന്തമല്ലാത്ത നാട്ടിൽ. അപ്പൊ നമ്മൾ അവകാശ ഭൂമി വിട്ട് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടമ്പടി ലംഘിച്ചവര്. പിടികിട്ടിയ? പിടികിട്ടിയ? വസ്തുവും വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിലേ ഉടമ്പടിയുടെ വ്യവസ്ഥ മനസ്സിലായ? നമ്മൾ എവിടെ പോയി? നമ്മുടേതല്ലാത്ത സ്ഥലത്ത് പോയി. ഉടമ്പടി ലംഘനം. അപ്പൊ എന്നിട്ട് ദൈവം പറഞ്ഞു, ഞാൻ തന്ന അവകാശം തന്നെ, ഞാൻ നിനക്ക് തന്ന അവകാശം ഇത് ഞാൻ മറ്റാർക്കും കൊടുക്കൂല. നിനക്ക് എഴുതി തന്നില്ല പ്രമാണം, അത് ഞാൻ മറ്റാർക്കും കൊടുക്കൂല. നീ വിൽക്കാതിരുന്നാൽ, വിറ്റാൽ ഞാൻ കൊടുക്കും. പിടികിട്ടിയ? നീ വിൽക്കാതിരുന്നാൽ ഞാൻ ആക്കും. നിന്റെ തലമുറ ഇത് മടങ്ങി വരും. ഇത് അവകാശമാക്കാൻ നിന്റെ തലമുറ ഇതിനകത്ത് മടങ്ങി വരും. അവർക്ക് കുറച്ച് കഷ്ടത ഞാൻ കൊടുക്കും, നീ ഈ ഉടമ്പടി ലംഘിച്ചതുകൊണ്ട്. അബ്രഹാമിനോട് അങ്ങനെ പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം.
എങ്കിലും അബ്രഹാം കൂടാരം അടിച്ചു, മമ്രയുടെ തോപ്പിലടിച്ചു. ആ തോപ്പിലിരിക്കുമ്പോൾ, ആ കൂടാരത്തിനകത്തിരിക്കുമ്പോൾ 3 പേരവിടെ വന്നു. വരുമ്പോ അബ്രഹാം ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞിട്ട് അബ്രഹാം അവരോട് പറയാണ്, എന്റെ കൂടെ വന്ന് എന്റെ അപ്പൻ എന്നെ വിട്ടുപോയി, എന്റെ അമ്മ വിട്ടുപോയി, ഞാൻ മകനായി കരുതിയ ലോത്തും ഭാര്യയും വിട്ടുപോയി. പക്ഷേ ഇവരെല്ലാവരും വിട്ടുപോയാലും നീ എന്നെ വിട്ട് എന്നെ കടന്നു പോകരുത്. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു പ്രാർത്ഥന നമുക്കുണ്ടോ? ഈ കൂടാരത്തിൽ എല്ലാവരും വിട്ടുപോട്ടെ, അപ്പൻ പോട്ടെ, അമ്മ പോട്ടെ. നമ്മൾ സ്നേഹിച്ച മക്കളില്ലാത്തതുകൊണ്ട് മകനായി സ്നേഹിച്ച ലോത്ത് വിട്ടുപിരിഞ്ഞു. എല്ലാവരും പോട്ടെ. പക്ഷെ ദൈവമേ, നീ എന്റെ കൂടാരം വിട്ട് പോകരുത്. നീയാ ഈ കൂടാരത്തിന്റെ അവകാശി. എനിക്ക് താൽക്കാലികമായി പാർക്കാൻ തന്നിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തുള്ള നന്മ അനുഭവിക്കാൻ നീ എനിക്ക് തന്നിരിക്കുകയാണ്. അല്ലാതെ എനിക്കിത് വിറ്റ് കളിക്കേണ്ടതല്ല. അതിനകത്ത് നീ പറഞ്ഞ നന്മകൾ എനിക്ക് അവകാശമാക്കണമെങ്കിൽ നീ കൂടാരം വിട്ടു പോകരുത്. ദൈവം വാക്ക് കേട്ടു. ആ കൂടാരത്തിൽ ദൈവം തങ്ങി. ആ തങ്ങുമ്പോൾ സാറയോട് ഓടിച്ചെന്ന് 24 വർഷമായി ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തു ക്ഷീണിച്ചിരിക്കുന്ന സാറയോട് പറഞ്ഞു, നീ 3 ഇടങ്ങഴി മാവെടുത്ത് അപ്പമുണ്ടാക്ക്. അവൾ ഒരു മടിയും കാണിച്ചില്ല. ഈ കൂടാരത്തിന്റെ പ്രത്യേകത ഒന്ന്, മടിയില്ലാത്ത മടുപ്പില്ലാത്ത ജീവിതം നിനക്കുണ്ടാകണം. അലസമായ ജീവിതം ഉണ്ടാകരുത്. 38 വർഷം പക്ഷപാതം പിടിച്ച് ബെതസ്ത കുളക്കരയിൽ കിടന്നവരാ ഉണ്ടായിരുന്ന ഒരു അനുഭവം പറ. പ്രത്യാശ നഷ്ടപ്പെട്ടില്ല. 38 വർഷം അവിടെ കിടക്കുമ്പോഴും എന്റെ കർത്താവ് എന്നെ കാണാൻ വരും. അവന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടില്ല. 24 വർഷം കഴിഞ്ഞ് അബ്രഹാമിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടില്ല. സാറയുടെ പ്രത്യാശ നഷ്ടപ്പെട്ടില്ല. സാറ ഓടിച്ചെന്ന് മാവെടുത്ത് അങ്ങോട്ട് അപ്പം കുഴച്ചു. അബ്രഹാം ഹല്ലേലൂയ യഹൂദന്മാർക്ക് വിരുന്ന് കൊടുക്കാനായിട്ട് വിട്ടിരുന്ന കാളക്കിടാവിൽ ഏറ്റവും വലുതെടുത്ത് എന്ത് ചെയ്തു? നമ്മളെങ്ങനെ കൊടുക്കും? എല്ലാം പങ്കുവെച്ചിട്ട് നമ്മളെ കയ്യിൽ കുറച്ച് നന്മ വന്നാലേ വെച്ച് വെക്കും. അവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം, ഇപ്പുറത്ത് കൊടുക്കണം, അപ്പുറത്ത് കൊടുക്കണം, എല്ലാം ചെയ്തിട്ട് പിന്നെ ഇനി ദൈവത്തിന് കൊടുക്കണമല്ല. അപ്പോഴും നോക്കുമ്പോ ഏറ്റവും കുറച്ചുള്ളത് എടുത്ത് ദൈവത്തിന് മാറ്റി വെക്കും. അപ്രകാരം ചെയ്തില്ല. ഈ കൂടാരത്തിൽ നിനക്ക് വസിക്കാൻ കഴിയണം. എനിക്ക് ഇങ്ങനെയുള്ള കൂടാരത്തിൽ വസിക്കാൻ കഴിയണം. ബലത്തരമായതെടുത്ത് ദൈവത്തിനെ മാറ്റി. ഹല്ലേലൂയ സ്തോത്രം. മാറ്റിയിട്ട് യാഗം ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന അബ്രഹാമിന് വിരുന്ന് കൊടുക്കുന്ന സമയത്ത് അബ്രഹാമിനോട് ദൈവം ചോദിച്ചു, നിന്റെ ഭാര്യ സാറ എവിടെ? നമ്മളെ സഹോദരിമാരാണെങ്കിൽ ഇന്ന് ചാട്ടുപൂട്ടുമൊന്നുമില്ല. ഏത് പുരുഷയിരുന്നാലും ചാടി മുൻവശത്ത് വന്ന് ആടിക്കുഴഞ്ഞു നിന്ന് അവരോട് സംസാരിക്കാൻ 2 വാക്ക് സംസാരിക്കാൻ പാടില്ല. അത് ഇന്നത്തെ ഫാഷൻ. വേണ്ട, ആ ഫാഷൻ ഒന്നും വേണ്ട. അകത്തിരിക്കേണ്ടത് അകത്തിരിക്കണം. വിളിക്കുമ്പോ പുറത്തു വന്നാ മതി. ഞാൻ ചോദിക്കട്ടെ, സഹോദരിമാരുടെ വീട്ടിൽ ഞാൻ വന്നു, നിങ്ങളുടെ ഭർത്താവ് വീട്ടിലുണ്ട്, ചായ നിങ്ങൾ കൊണ്ടുവന്നു, ആദ്യം കൊടുക്കണം. ചായ ആദ്യം ആക്ക് കൊടുക്കണം. ഭർത്താവിന് കൊടുത്തിട്ട് മതി പാസ്റ്റർക്ക് കൊടുക്കണത്. അവൾ ഭാര്യ, അവൾ കർത്താവിന് തുല്യം ഭർത്താവിനെ ഭയപ്പെടുന്നു, കർത്താവിന് തുല്യം ഭർത്താവിനെ സ്നേഹിക്കുന്നു. അത് ഭാര്യ.
മറ്റത് ക്രെഡിറ്റ് കാണിക്കാൻ ചാടണത്. ഞാൻ നിങ്ങളോട് തുറന്നു പറയണം, ഞാൻ വന്ന് അങ്ങനെ തന്നെ ചെയ്യണം. ആദ്യം ഭർത്താവിന് ചായോട് കൊടുത്തിട്ട് മതി. നിന്റെ നാഥനും നിന്റെ വീണ്ടെടുപ്പുകാരനും നിന്റെ രക്ഷകനും നിന്റെ പരിപാലകനും ഭർത്താവാ, പാസല്ല. ഹല്ലേലൂയ, സ്തോത്രം. അബ്രഹാമിനോട് ചോദിച്ച എവിടെ നിൽക്കണം? അകത്ത് നിൽക്കണം. അടുത്ത വർഷം ഞാൻ വരുമ്പോ അവിടെ പ്രത്യാശ നിറവേറും. മനസ്സിലായില്ലേ? ദാവീദ് ചോദിക്കണം, അങ്ങനെയുള്ള കൂടാരത്തിൽ ആരാണ് പാർക്കണത്? പാർക്കാൻ ഇല്ല. ഇന്ന് 100 എണ്ണത്തെ എടുത്താൽ 101 പുറത്ത്. ഇതേപോലെ ഇല്ല വീട്. മനസ്സിലായില്ലേ? അപ്പൊ അബ്രഹാമിന്റെ കൂടാരത്തില് പ്രത്യാശയുണ്ട്, വിരുന്നുണ്ട്, വാഗ്ദത്തമുണ്ട്, അടുത്ത് യാചനയുണ്ട്. അബ്രഹാമിനോട് പറഞ്ഞു, എന്റെ വഴികൾ തിരഞ്ഞെടുക്കാൻ ഞാൻ തെരഞ്ഞെടുത്ത അബ്രഹാമിനോ, എന്റെ സ്നേഹിതനായ അബ്രഹാമിനോട് ലോത്തിന്റെ കാര്യം പറയാതെ പോണത് തെറ്റ്. അത് കണ്ടൊന്ന് പറയാം. പറഞ്ഞ സമയം തോന്നില്ല, അബ്രഹാം പ്രാർത്ഥന തുടങ്ങി. അപ്പൊ അബ്രഹാമിന്റെ കൂടാരത്തിൽ എന്തുണ്ട്? പ്രത്യാശയുണ്ട്, വിരുന്നുണ്ട്, വാഗ്ദത്തമുണ്ട്, യാചനയുണ്ട്. ഇങ്ങനെ ഉണ്ടാ വീട്? ഉണ്ടാ? ഈ കൂടാരത്തിൽ ആര് പാർക്കും?